അല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാലോ, വെള്ളിയാഴ്ചയാണ് സൈറ്റ് ക്ലോസ് ആയത് വോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അന്ന് അവിടെയുള്ള CPM-ന്റെ ആൾക്കാർ വന്ന് ഇവിടെ പരാതിപ്പെടുകയായിരുന്നു, ഞങ്ങളുടെ വോട്ട് കട്ട് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച എന്നെ വിളിച്ചിട്ടില്ല, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച 12 മണിക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു 10:11 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് നോട്ടീസ് വന്ന് കൈപ്പറ്റണം എന്നുള്ളത്. അപ്പൊ ഞാൻ ശബരിശേട്ടനൊക്കെ ആലോചിച്ചു, വൈകിട്ട് 5 മണിക്കകം വന്ന് നോട്ടീസ് കൈപ്പറ്റി. അപ്പൊ ഇന്ന് ഹിയറിംഗ് ആണ്. അപ്പൊ എന്താവും അറിയില്ല, കാരണം കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. വോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും വോട്ടില്ല. ഞങ്ങളുടെ കുടുംബ വീട് അവിടെയാണ്. അപ്പൊ അവിടെയാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത്. ഞങ്ങൾ വർഷങ്ങളായി അവിടെ തന്നെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വോട്ട് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതെ, കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ അവിടെ വോട്ട് ചെയ്തതാണ്, അച്ഛൻ വോട്ട് ചെയ്തതാണ്, അമ്മ വോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുടുംബ വീടാണ്. എന്റെ അച്ഛനും ഞാനും എല്ലാം ജനിച്ചു വളർന്ന വീട് അതാണ്. പിന്നെ നമ്മള് എന്റെ ID പ്രൂഫ് എല്ലാം അവിടെ തന്നെ, അഡ്രസ് തന്നെയാണ്. അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മത്സരാർത്ഥി എന്നുള്ള രീതിയിലേക്ക് വന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അല്ല, ഇതിനകത്ത് വൈഷ്ണവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവിടെയുള്ള നമ്മുടെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. വൈഷ്ണവിന്റെ പേരൻസിന് കാലങ്ങളായി വോട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭയ്ക്ക് അവിടെ വോട്ട് ചെയ്തതാണ്. വളരെ പെട്ടെന്ന് ഇപ്പം അവിടെ വോട്ടില്ല, വോട്ട് മാറ്റണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരാതി കൊടുത്തതുമുള്ള ആളുകൾ ഇവർ പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രത്യേകിച്ച് വേറൊരിടത്തും ഒരു വോട്ടില്ല. പല ആൾക്കാരും മൾട്ടിപ്പിൾ സ്ഥലത്ത് വോട്ടുള്ള അറിയാമല്ലോ, ഒരിടത്ത് മാത്രം വോട്ടുള്ള ആളാണ്. അപ്പം പുതിയതായിട്ട് ഇങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ അത് ഇല്ല എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് തന്നെയാണ്. അപ്പം നമ്മുടെ ലീഗലായിട്ടുള്ള മറുപടി എല്ലാം സഹിതം. അപ്പം അത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് കൈപ്പറ്റി. ഇന്നിപ്പം ഇവിടെ വൈഷ്ണ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. പക്ഷേ ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ഒന്ന് വക്രീകരിക്കാൻ നോക്കുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള കാൻഡിഡേറ്റ് UDF-ന്റെ വൈഷ്ണവിന്റെ, LDF-ന്റെ കാൻഡിഡേറ്റ് ഉണ്ട്. പൊളിറ്റിക്കലി നമുക്ക് ഫൈറ്റ് ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകരുതെന്നുള്ളത് അഭ്യർത്ഥനയാണ് വെക്കുന്നത്. അതിൽ നീതിയുക്തമായിട്ട് തന്നെ കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നുള്ള ERO ചെയ്യുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. എന്തായാലും കാണാൻ പോവുകയാണ്. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്.